Hi, you all, welcome to Set Your Life with me. Today's topic is The Legend of Good Women. The Legend of Good Women 1380s എഴുതിയതാണ്. 1372 and 1386 ഇടയിൽ എഴുതിയതാണ്. And it is a dream vision. Iambic pentameter or decasyllabic couplets എഴുതിയിട്ടുള്ള വർക്കാണ്. And it is the first significant work in English used iambic pentameter. Iambic pentameter യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് വർക്കാണ് ഇംഗ്ലീഷിൽ. പിന്നീട് ചോസർ ഇത് കാൻറ്റർബറി ടെയിൽസിലും യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ തേർഡ് ലോങ് പോയം ആഫ്റ്റർ കാൻറ്റർബറി ടെയിൽസ്, ടോയിലസ് ആൻഡ് ക്രിസൈഡ്. ടോയിലസ് ആൻഡ് ക്രിസൈഡ്, കാൻറ്റർബറി ടെയിൽസൊക്കെ വളരെ ലെങ്തി ആയിട്ടുള്ള പോയാണ്. തേർഡ് ലോങ് പോയാണ് ദ ലെജൻഡ് ഓഫ് ഗുഡ് വിമൻ. ദ ലെജൻഡ് ഓഫ് ഗുഡ് വിമൻ ഒരു ഡ്രീം വിഷനാണ്. So in the dream, Chaucer sees God of Love and his wife Alceste. And here in the prologue, he describes how God of Love and his wife Alceste reprimand him for projecting women in poor light as in Troilus and Cresside. നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രോയിലസ് ആൻഡ് ക്രിസൈഡിൽ ക്രിസൈഡ് ഒരു നെഗറ്റീവ് വിമൻ ആയിരുന്നു. മീൻസ് ഒരു ഫെയ്ത്ത്ഫുൾ അല്ലാത്ത ഒരു ലേഡി ആയിരുന്നു അല്ലേ. ട്രോയിലസിനെ ചീറ്റ് ചെയ്തിട്ട് ഡയോമീഡിനെ ഒരു സീക്രട്ട് അഫെയർ ഉണ്ടാക്കുന്ന ഒരു ലേഡിയാണ് ക്രിസൈഡ്. സോ ക്രിസൈഡിനെ പോലെയുള്ള ക്യാരക്ടേഴ്സിനെ മാത്രം പ്രസൻറ്റ് ചെയ്യുന്നതിന് എതിരായിട്ട് ഗോഡ് ഓഫ് ലവിൻ്റെ വൈഫ് ആൽസിസ്റ്റ് വാൺജിയാണ്. റെപ്രിമാൻഡ് മീൻസ് താക്കീത് കൊടുക്കുക. സോ ഷി വാണ്ട്സ് ടു present the virtues of good women. So അതിനുശേഷം ചോസർ describes the virtues of women and their good deeds in the legend of good women. അങ്ങനെയാണ് ചോസർ legend of good women എഴുതുന്നത്. And Tennyson used this poem as a theme of his own poem A Dream of Fair Women. ടെന്നീസൺ അദ്ദേഹത്തിൻ്റെ പോയമായിട്ടുള്ള ഡ്രീം ഓഫ് ഫെയർ വിമനിൽ ഇതേ തീം തന്നെയാണ്, ഇതേ പോയമാണ് തീമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇൻ ദ ലെജൻഡ് ഓഫ് ഗുഡ് വിമൻ, ചോസർ describes or depicts 10 stories of virtuous women in 9 sections. And കാൻറ്റർബറി ടെയിൽസ് പോലെ തന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇതിലുണ്ട്. The legend is Chaucer's retelling of several stories. പല സ്റ്റോറീസിനും അദ്ദേഹം ദ ലെജൻഡ് എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. ചോസർ ഈ ഒരു 10 വേർച്വസ് വിമൻ്റെ സ്റ്റോറീസൊക്കെ എടുത്തിട്ടുള്ളത് പല ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് നിന്നാണ്. ലൈക്ക് വെർജിൽസ് ഈനിയഡ്, ഓവിഡ്സ് മെറ്റമോർഫോസിസ് ആൻഡ് ഓവിഡ്സ് ഹെറോയിഡ്സ്, അങ്ങനെയുള്ള വർക്ക്സിൽ നിന്നാണ് ചോസർ ഈ സോഴ്സസ് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലവ് ഗോഡിൻ്റെ വൈഫ് ആൽസിസ്റ്റിൻ്റെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്തിട്ടാണ് വേർച്വസ് വിമനെ കുറിച്ചിട്ട് ചോസർ ദ ലെജൻഡ് ഓഫ് ഗുഡ് വിമനിൽ എഴുതുന്നത്. അതിൻ്റെ മുന്നേ ക്രിസൈഡിനെ പോലെയുള്ള നെഗറ്റീവ് ക്യാരക്ടേഴ്സ് പ്രസൻറ്റ് ചെയ്ത ചോസർ ദ ലെജൻഡ് ഓഫ് ഗുഡ് വിമനിൽ വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ലേഡീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഫസ്റ്റ് ദ ലെജൻഡ് ഓഫ് ക്ലിയോപാട്ര നോക്കാം. മാർക്ക് ആൻ്റണി ഫസ്റ്റ് മാരേജ് ചെയ്യുന്നത് ഒക്ടേവിയയുടെ സിസ്റ്ററിനെയാണ്. ബട്ട് ഹീ ലീവ്സ് ഒക്ടേവിയാസ് സിസ്റ്റർ ആൻഡ് വെൻ ഹീ സീസ് ക്ലിയോപാട്ര ഹീ ഫാൾസ് ഇൻ ലവ് വിത്ത് ഹർ ആൻഡ് മാരീസ് ക്ലിയോപാട്ര. മാരേജിന് ശേഷം ഒരു ഫീസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫീസ്റ്റിനിടയിലാണ് മാർക്ക് ആൻ്റണി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഒക്ടേവിയ ഈസ് ഇൻ ആംഗ്രി വിത്ത് ഹിം ആൻഡ് ഹി ഈസ് വെയിറ്റിംഗ് ദെയർ ടു മീറ്റ് ദിസ് മാർക്ക് ആൻ്റണി. സോ ഓഫീസിന് ശേഷം മാർക്ക് ആൻ്റണിയും ക്ലിയോപാട്രയും കൂടി ഒക്ടേവിയയെ മീറ്റ് ചെയ്യുന്നു. ഇൻ വൺ ബാറ്റിൽ മാർക്ക് ആൻ്റണി ഡിഫീറ്റഡ് ആൻഡ് ടു സേവ് ഹിസ് റെപ്യൂട്ടേഷൻ ഹി കിൽഡ് ഹിംസെൽഫ്.
ഒരു ബാറ്റിലിൽ മാർക്ക് ആൻ്റണി ഡിഫീറ്റ് ചെയ്യപ്പെടുകയും അതൊരു റെപ്യൂട്ടേഷന് ബാധിക്കുമെന്നറിഞ്ഞിട്ട് ഹി കിൽഡ് ഹിംസെൽഫ്. ഇതറിഞ്ഞിട്ട് ക്ലിയോപാട്ര മോൺസ് എക്സ്റ്റെൻസീവ്ലി ഓർ ക്രൈസ് എക്സ്റ്റെൻസീവ്ലി. സോ ഹസ്ബൻഡ് മരിച്ച പോലെ തന്നെ എനിക്കൊരു മരണം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് ക്ലിയോപാട്ര ഫിൽഡ് എ ഹോൾ നെക്സ്റ്റ് ടു ആൻ്റണീസ് ഷ്രൈൻ വിത്ത് പോയ്സണസ് സ്നേക്സ് ആൻഡ് ലെയ്ഡ് ഹെർസെൽഫ് ഇൻ ടു ഇറ്റ്. ഒരു മാർക്ക് ആൻ്റണിയുടെ ഷ്രൈനിൻ്റെ അടുത്ത് ഒരു ഹോൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഉള്ളിൽ പോയ്സണസ് സ്നേക്സിനെ നിറയ്ക്കുകയും അതിൻ്റെ ഉള്ളിൽ കിടന്ന് സ്വയം മരിക്കുകയും ചെയ്യുന്നു. സോ ഭർത്താവിൻ്റെ മരണത്തിൽ മനംനൊന്ത് ക്ലിയോപാട്ര സൂയിസൈഡ് ചെയ്യുകയാണ്. The next story is the legend of Thisbe. Thisbe ആണ് ലേഡി ക്യാരക്ടർ. Thisbe ആൻഡ് പിരമിസ് ആണ് ക്യാരക്ടേഴ്സ്. സോ Thisbe ആൻഡ് പിരമിസ് ലവ് ഈച്ച് അതർ വെരി ഡീപ്ലി. അവർ പരസ്പരം കണ്ടിട്ടില്ല. ബട്ട് ദേ ടോക്സ് ത്രൂ the crack in the wall that separates their houses or dwellings. അവരുടെ ഡ്വെല്ലിങ്സിൻ്റെ ഇടയിൽ ഉള്ള വാള്, അത് സെപ്പറേറ്റ് ചെയ്യുന്ന വാൾ ഉണ്ടാവില്ല, ആ വാളിൻ്റെ ക്രാക്കിനിടയിലൂടെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് വൺ ഡേ ദേ പ്ലാൻ ടു മീറ്റ് അണ്ടർ എ ട്രീ. ഒരു ട്രീന് ചോട്ടിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാമെന്ന് അവർ ഡിസൈഡ് ചെയ്യുന്നു. തിസ്ബി ആണ് ഫസ്റ്റ് അവിടെ എത്തുന്നത്. When Thisbe arrives and sits under the tree, a lion appears. Thisbe ആണ് ഫസ്റ്റ് അവിടെ എത്തുന്നത്. അവരവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ, പിരമിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ, a lion appears there, and when she sees the lion, she decides to escape from there. ലയൺ വന്നപ്പോൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തിസ്ബി ഡിസൈഡ് ചെയ്യുന്നു. ബട്ട് വൈൽ എസ്കേപ്പിംഗ് ഷീ ഡ്രോപ്സ് ഹെർ വെയിൽ. വെയിൽ ഒരു ഫേസ് കവർ ചെയ്യുന്ന ഒരു പീസ് ഓഫ് ക്ലോത്താണ്. സോ ഞാനിവിടെ വന്നിരുന്നു എന്ന് പിരമിസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് തിസ്ബി ഡ്രോപ്സ് ഹെർ വെയിൽ ദെയർ. കുറച്ച് സമയത്തിന് ശേഷം പിരമിസ് അവിടെ എത്തുന്നു ആൻഡ് ഫൈൻഡ്സ് ദ വെയിൽ. തിസ്ബിയുടെ വെയിൽ അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ ഹി അസ്യൂംസ് വേഴ്സ്റ്റ്. മോശമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്വയം അസ്യൂം ചെയ്തിട്ട് ഹി ഡിസൈഡ്സ് ടു കിൽ ഹിംസെൽഫ്. ലവറായിട്ടുള്ള തിസ്ബിക്ക് എന്തോ സംഭവിച്ചു എന്ന് തോന്നിയിട്ട് പിരമിസ് ഹി കിൽ ഹിംസെൽഫ് വിത്ത് എ സോഡ്. ഒരു സോഡ് എടുത്തിട്ട് സ്വയം സ്റ്റാബ് ചെയ്തിട്ട് മരിക്കുകയാണ്. പിന്നീട് തിസ്ബി റിട്ടേൺസ് ആൻഡ് ഫൈൻഡ്സ് ദ ഡെഡ് ബോഡി ഓഫ് പിരമിസ്. തിസ്ബി തിരിച്ചു വന്നപ്പോൾ പിരമിസിൻ്റെ ഡെഡ് ബോഡിയാണ് കാണുന്നത്. സോ ഷീ കിൽസ് ഹെർസെൽഫ് വിത്ത് ദ സെയിം സോഡ്. പിരമിസ് സൂയിസൈഡ് ചെയ്യാൻ എടുത്തിട്ടുള്ള അതേ സോഡ് ഉപയോഗിച്ചിട്ട് തിസ്ബി കിൽസ് ഹെർസെൽഫ്. The legend of Hypsipyle. Jason is the nephew of King Pelias. King Peliasന്റെ nephew ആണ് ജെയ്സൺ. ബട്ട് nephew ആണെങ്കിലും കിങ് പിലിയാസിന് ജെയ്സനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പിലിയാസ് ഇസ് വെറീഡ് ബിക്കോസ് ജെയ്സൺ ഇസ് സോ വെൽ ലൈക്ഡ് ബൈ അതേഴ്സ്. സോ കിങ് പിലിയാസിന് ജെയ്സനെ തൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തണമായിരുന്നു. സോ ഹി മെയ്ഡ് എ പ്ലാൻ. കിങ് പിലിയാസ് ടെൽസ് ജെയ്സൺ ടു ഹെൽപ്പ് ഹിം ടു ഫൈൻഡ് ഔട്ട് ട്രഷർ. സോ ആവശ്യമുള്ള ക്രൂവിനെയും അതേപോലെ തന്നെ എക്സ്പെഡീഷന് വേണ്ട എല്ലാ കാര്യങ്ങളും കിങ് പെലിയാസ് അറേഞ്ച് ചെയ്ത് തരാമെന്ന് ജെയ്സനോട് പറയുന്നു. സോ ബീയിങ് എ യങ് ആൻഡ് കറേജിയസ്, ജെയ്സൺ ആക്സെപ്റ്റ്സ് ദ റിക്വസ്റ്റ് ഓഫ് കിങ് പെലിയാസ്. ആക്ച്വലി ജെയ്സനെ കിങ് പെലിയാസിൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് കിങ് പെലിയാസ് അങ്ങനെ ഒരു ട്രഷറെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തനിക്ക് വേണ്ടി യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് ജെയ്സനോട് ചോദിക്കുന്നത്. സോ ജെയ്സൺ ആക്സെപ്റ്റ്സ് ആൻഡ് he and his crew start their journey. So they reach an island
In that island, Jason meets Queen Hypsipyle. ഐലൻഡിലെ ക്വീനാണ് ഹിപ്സിപ്പൈൽ, ആൻഡ് ഹിപ്സിപ്പൈലിനെ ജെയ്സൺ മീറ്റ് ചെയ്യുന്നു ആൻഡ് ഹി ഗ്രീറ്റ്സ് ക്വീൻ ഹിപ്സിപ്പൈൽ. സോ തൻ്റെ ഐലൻഡിൽ വന്നിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, വെദർ ഹി നീഡ്സ് എനി ഹെൽപ്പ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സഞ്ചറിനെ ജെയ്സൻ്റെ അടുത്തേക്ക് വിടുന്നു. ജെയ്സൺ റിപ്ലൈസ് ദാറ്റ് ഹി ഈസ് വെയിറ്റിംഗ് ഫോർ ഫേവറബിൾ വിൻഡ്സ്. യാത്ര ചെയ്യാൻ അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് ജെയ്സൺ റിപ്ലൈ കൊടുക്കുന്നു. ജെയ്സനെ കണ്ടപ്പോൾ ഹിപ്സിപ്പൈൽ വിചാരിക്കുന്നത് ജെയ്സൺ ഒരു നോബൽ മാൻ ആണ് എന്നാണ്. So Jason and his crew stay there for a while, and during that time Jason woos Hypsipyle and marries her and has children with her. So ഓൾറെഡി ജെയ്സനെ കണ്ടപ്പോൾ തന്നെ നോബിളാണെന്ന് ഹിപ്സിപ്പൈലിന് തോന്നിയിരുന്നു. സോ ഹിപ്സിപ്പൈലിന് ജെയ്സനോട് അപ്പോൾ തന്നെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. സോ ജെയ്സൺ വൂൾസ് ആൻഡ് മാരീസ് ഹിപ്സിപ്പൈൽ, ആൻഡ് അവർക്ക് കുട്ടികളുണ്ടായി. കുറച്ച് കാലത്തിന് ശേഷം ജെയ്സൺ ടേക്സ് ഓൾ ഹർ പ്രോപ്പർട്ടി ആൻഡ് അബാൻഡൻസ് ഹർ. ജെയ്സൺ ക്വീൻ ഹിപ്സിപ്പൈലിനെ ചീറ്റ് ചെയ്യുന്നു. ഹിപ്സിപ്പൈലിനെയും കുട്ടികളെയും അവിടെ ഉപേക്ഷിച്ചിട്ട് ഹിപ്സിപ്പൈലിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എടുത്ത് ജെയ്സൺ നാട് വിടുകയാണ്. അറ്റ് ലാസ്റ്റ് ക്വീൻ ഹിപ്സിപ്പൈൽ ഫെയ്ത്ത്ഫുൾ വൈഫ് ആവണം എന്ന് വിചാരിച്ചിട്ട് കുറേ വിഷമിക്കുന്നു, ആൻഡ് ഷീ ഡൈസ്. ദ ലെജൻഡ് ഓഫ് മിഡിയ. ദ ലെജൻഡ് ഓഫ് ഹിപ്സിപ്പൈലിൽ പറഞ്ഞ സെയിം ജെയ്സൺ തന്നെയാണ് ദ ലെജൻഡ് ഓഫ് മിഡിയയിലും വരുന്നത്. ജെയ്സൺ റൈവ്സ് അറ്റ് കോൾച്ചസ്. കോൾച്ചസിലെത്താണ് ജെയ്സൺ. ഹി ഈസ് ഇൻ സെർച്ച് ഓഫ് എ വുമൺ ടു സാറ്റിസ്ഫൈ ഹിസ് ലെസ്റ്റ്. സ്വന്തം ലെസ്റ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന വുമണിനെ സെർച്ച് ചെയ്യായിരുന്നു ജെയ്സൺ. നമുക്കറിയാം ട്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ജെയ്സൺ യാത്ര തുടങ്ങിയത് തന്നെ. സോ he meets the king at Colchis and he requests permission to find the golden fleece, and the king grants permission. കിങ്ങിൻ്റെ അടുത്ത് പോയിട്ട് ഗോൾഡൻ ഫ്ലീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്നും അതിനുള്ള പെർമിഷൻ തരണമെന്നും റിക്വസ്റ്റ് ചെയ്യുന്നു. സോ ദ കിങ് ഗ്രാൻസ് പെർമിഷൻ. ആൻഡ് ജെയ്സണിനെ കുറിച്ച് ഓൾറെഡി ധാരാളം കഥകൾ കിങ്ങിൻ്റെ മകളായിട്ടുള്ള മിഡിയ കേട്ടിട്ടുണ്ട്. സോ നല്ല കഥകളാണ് മിഡിയ കേട്ടിട്ടുള്ളത്. സോ ജെയ്സനെ കണ്ടപ്പോൾ തന്നെ മിഡിയ ഫോൾസ് ഇൻ ലവ് വിത്ത് ജെയ്സൺ, ആൻഡ് ദ കിങ് ഇസ് ഓൾസോ ഹാപ്പി. അതായത് ജെയ്സൺ മിഡിയയുടെ അടുത്താണ് പോയിരിക്കുന്നത് ഫസ്റ്റ് ടൈമിൽ. അത് കണ്ടപ്പോൾ തന്നെ കിങ്ങിന് വളരെയധികം ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ജെയ്സൺ അത്രയും നല്ലൊരു ആളാണ് ജെയ്സൺ എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. സോ ഗോൾഡൻ ഫ്ലീസിലേക്ക് എത്താൻ ധാരാളം ഡേഞ്ചേഴ്സ് ഫേസ് ചെയ്യേണ്ടി വരുമെന്നും അതിനുള്ള എല്ലാ ഹെൽപ്പും അവിടുന്ന് സേവ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്നും കിങ്ങിൻ്റെ ഡോട്ടറായിട്ടുള്ള മിഡിയ ജെയ്സനോട് പറയും. ബട്ട് ഇഫ് ഹി മാരീസ് ഹെർ ആൻഡ് ബിക്കംസ് എ ഫെയ്ത്ത്ഫുൾ ഹസ്ബൻഡ്, എൻ്റെ ഫെയ്ത്ത്ഫുൾ ഹസ്ബൻഡായിട്ട് ഇരിക്കാൻ പറ്റുക, എന്നെ കല്യാണം കഴിക്കാൻ റെഡിയാണെങ്കിൽ ഗോൾഡൻ ഫ്ലീസിലേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഹെൽപ്പും ചെയ്തു തരാം. അതേപോലെ തന്നെ വരുന്ന ഡേഞ്ചേഴ്സൊക്കെ അതിൽ നിന്നൊക്കെ സേവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാം എന്ന് മിഡിയ ജെയ്സനോട് പറയുന്നു. സോ ജെയ്സൺ മാരീസ് മിഡിയ ആൻഡ് ഹാസ് ചിൽഡ്രൻ. ഹിപ്സിപ്പൈലിനോട് ചെയ്ത പോലെ തന്നെ ജെയ്സൺ മാരീസ് മിഡിയ ആൻഡ് ഹാസ് ചിൽഡ്രൻ. ബട്ട് ആഫ്റ്റർ ദാറ്റ് he takes all her properties, all her treasures,
ആൻഡ് അബാൻഡൻസ് ഹെർ ആസ് ഹി ഡിഡ് ടു ഹിപ്സിപ്പാൽ. ഹിപ്സിപ്പാലിനോട് ചെയ്ത പോലെ തന്നെയാണ് മിഡിയനോടും ജെയ്സൺ ചെയ്യുന്നത്. സോ രണ്ട് സ്റ്റോറീസ് ഹിപ്സിപ്പാലിൻ്റെ ആണെങ്കിലും മിഡിയയുടെ ആണെങ്കിലും കണക്റ്റഡ് ആണ്. രണ്ടുപേരെയും ചീറ്റ് ചെയ്യുന്നത് സെയിം ജെയ്സൺ ആണ്. Next story is the legend of Dido. Aeneas is told by Venus that he is to seek out Dido and win her heart. So, Aeneasന് ഡൈഡോനെ ഇഷ്ടമാണ്. So he wants to win her heart. One day Dido and Aeneas go for hunting and ഒരു ഹെവി സ്റ്റോമിൽ അവരെ പെടുകയാണ്. And they seek shelter in a cave. ഒരു കേവിന് ചോട്ടിലാണ് അവർക്ക് ആ ഹെവി സ്റ്റോമിൽ അഭയം നേടാൻ പറ്റിയത്. സോ ദേ റിയലൈസ് ദാറ്റ് ദേ ആർ എലോൺ ഇൻ ദ കേവ്. കേവിൽ ഒറ്റക്കാണെന്ന് മനസ്സിലാക്കുകയും എനിയാസ് ഡിസ്ക്ലോസസ് ഹിസ് ലവ് ടുവേർഡ്സ് ഡൈഡോ. ഡൈഡോയുടെ ഇഷ്ടം എനിയാസ് ആ ടൈമിൽ എക്സ്പ്രസ് ചെയ്യാണ്. ബട്ട് തിരിച്ച് എനിയാസിനോടുള്ള ഇഷ്ടം ഡൈഡോ ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. And she refuses that she is in love with Aeneas. Oh, she loves him back. But later, Dido accepts and says that she loves Aeneas deeply. തിരിച്ചും ഡീപ്പായിട്ടുള്ളൊരു ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം ഡൈഡോ പിന്നീട് എനിയാസിനോട് പറയുന്നു. So they enjoy their time together. But കുറച്ച് സമയത്തിന് ശേഷം എനിയാസിന് ഡൈഡോയോടുള്ള ഇൻട്രസ്റ്റ് ലൂസ് ചെയ്യുന്നു. ഹി ലൂസസ് ഇൻട്രസ്റ്റ് ആൻഡ് ഹി പ്ലാൻസ് ടു ലീവ് ദാറ്റ് പ്ലേസ് ഓർ ടു എസ്കേപ്പ് ഫ്രം ഡൈഡോ. പിന്നീട് ഡൈഡോയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, തിരിച്ചു വരാത്തത്രയും ദൂരെ പോകണം എന്നതായി എനിയാസിൻ്റെ ചിന്ത. അതറിഞ്ഞിട്ട് ഡൈഡോ എനിയാസിനോട് ഒറ്റയ്ക്ക് പോകരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് എനിയാസ് abandons Dido. Dido calls upon her sister and tells her to arrange a funeral. ഒരു ഫ്യൂണറൽ അറേഞ്ച് ചെയ്യണമെന്ന് ഡൈഡോയുടെ സിസ്റ്ററിനെ വിളിച്ച് പറയാണ്. After seeing that funeral arrangements and all, Dido stabs herself with Aeneas' sword. Aeneasന്റെ sword വെച്ചിട്ട് she stabs herself or she kills herself. This is the story of the legend of Dido. ഇപ്പോൾ ലെജൻഡ് ഓഫ് ഗുഡ് വിമനിൽ 5 വിമൻ്റെ സ്റ്റോറീസ് ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ ബാക്കി സ്റ്റോറീസ് അടുത്ത പാർട്ടിലായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുക. സോ നെക്സ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യും വരെ എല്ലാവർക്കും താങ്ക് യു.